ഞാൻ രാവിലെ എണീറ്റ ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്കായിട്ടുള്ള പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചു, പുട്ടിന് നനച്ച് വെച്ചു, അതിനുശേഷം അരി ഇട്ടു. കുക്കറിൽ ചോറിനുള്ള അരിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അതിനുശേഷം പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കി, അതിന് ഒപ്പം തന്നെ ചായ ഉണ്ടാക്കിയായിരുന്നു. ചായ ഉണ്ടാക്കി ഷോട്ട് എടുക്കാൻ മറന്നുവെങ്കിലും ചായ ഗ്ലാസ്സിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കുള്ള ചായ എടുത്ത് ഞാൻ മേശപ്പുറത്ത് അങ്ങ് വെച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്ന വ്യൂ ആണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വ്യൂ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. അതിനുശേഷം ഹസ്ബൻഡിനെ വിളിക്കാമെന്ന് ഓർത്ത് ചെന്നു. ആദ്യം വിളിക്കാൻ തോന്നിയില്ല, രണ്ടുപേരും കൂടെ ഉറങ്ങണ കണ്ടപ്പോഴേക്കും നല്ല രസം തോന്നി. അപ്പോൾ കുറേ നേരം ഞാനത് നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ പല ആംഗിളിൽ വീഡിയോ എടുത്ത് നോക്കുക. ഇവർ രണ്ടുപേരും ഒരുപോലെയാണോ കിടന്നുറങ്ങുന്നത്? അത്ര ഒരുപോലെയൊന്നും അല്ലെന്ന് തോന്നുന്നു. ആളുടെ ഫേസ് കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഒരുപോലെയാണോ എന്നൊക്കെ. ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പോയി നോക്കുമായിരുന്നു. കുഞ്ഞുറങ്ങുന്ന പോലെ തന്നെയാണോ ഹസ്ബൻഡ് ഉറങ്ങുന്നതെന്ന്. ആൾ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത്. ഞാൻ ചായ കൊണ്ടുപോകാണ് വന്നത്. അപ്പോൾ എന്തായാലും ജോലിക്ക് പോകണമല്ലോ, അപ്പം വിളിച്ചെണീപ്പിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ചില ദിവസങ്ങളൊക്കെ ഹസ്ബൻഡ് രാവിലത്തെ എല്ലാ കാര്യവും ചെയ്ത് എനിക്ക് വേണ്ടി ചായയും കൊണ്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും മോളും കൂടെ കിടന്നുറങ്ങും, ഹസ്ബൻഡ് ചായയും കൊണ്ടുവരും. ഇന്നിപ്പോൾ ഞാൻ എണീറ്റത് കൊണ്ട് ഞാനാണ് ചായയും കൊണ്ടുവന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഞങ്ങളുടെ ബെഡിൽ ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലും അവൾ ഹസ്ബൻഡ് അടുത്തോട്ട് ചേർത്തിട്ടിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് പോയത്. ചായ ചായ വേണ്ടേ? കൊണ്ടുവന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ആൾക്ക് എണീക്കാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ചായ കണ്ടപ്പോഴേക്കും എണീക്കാം എന്ന രീതിയിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ പോരുവാണ്. പിന്നെ ബേബി എണീക്കാതെ എണീക്കണമല്ലോ. അപ്പം ഒന്നുകൂടെയൊക്കെ കിടന്നിട്ട് പതിയെ ആൾ എണീറ്റ് വന്ന് ചായ കുടിച്ചു. അതാണ് ഞങ്ങളുടെ ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ.